ലതയുടെ ചിക്കൻ കറി, കുക്കർ ചിക്കൻ കറി. അച്ഛാ ഇതൊന്നും കിട്ടിയിട്ട അച്ഛാ. നീ എന്നാ പറയുന്നില്ലതെ, എനക്കൊന്നും മനസ്സിലായിട്ടല്ല. അച്ഛാ ഇന്ന് മീനൊന്നും കിട്ടിയിട്ട, എന്നാ കറി വെക്കണ്ട അച്ഛാ, അതാ ഞാൻ പറയുന്നത്. ആരാണ് ഇന്ന് പുറത്തേക്കൊന്നും പോയിട്ടേ മോളെ? നാരായണനെ വിളിച്ചു പറഞ്ഞു മീനൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്. മീന്റെ മണമില്ലാണ്ട് എങ്ങനെ ചോറ് വയ്ക്കല് മോളെ? ഉണക്കിന്റെ തയ്യാറിനുണ്ടാ? ഉണക്കിന്റെ തലയല്ല അച്ഛൻ ഞാൻ നിങ്ങൾക്ക് മിനിയാന്ന് പൊടിച്ചതിന്, അത് ഓർമ്മയൊന്നുമില്ല? കാന്താരിയിട്ട് പൊടിച്ചതല്ലേ, അത് നല്ല രസം ഉണ്ടായിന്. ആ കാന്താരിട്ട് പൊടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇന്നെന്നാ അതിന് വേണ്ടേ? അതും ഇല്ല ഇതും ഇല്ല, ഒന്നുമില്ല. ഞാനായി ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല. ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ലേ? ചെക്കൻ പുറത്തു പോയിട്ടില്ലല്ലോ. അതെ, നിങ്ങളെ ചെക്കൻ പുറത്തെല്ലാം പോയിനി, മീൻ കഴിഞ്ഞു പറഞ്ഞിട്ട് വിളിച്ചിനി. എന്നാ നീ ഓനോട് ഉണക്കാറ്റം മേടിക്കാൻ പറയില്ലതെ, മീന്റെ മണമില്ലാണ്ട് എങ്ങനെ ചോറ് വയ്ക്കല്? എന്നാ പിന്നെ ഉണക്ക് മണിക്കാൻ ഞാൻ വേഗം വിളിച്ചു പറയും. ഇപ്പൊ 2 താണ്ടോളരിഞ്ഞിട്ട് പോവാം. ശാല നേരത്തെ വരണേ, തിരുത്തിന് ഉപ്പിട്ടേ വരണം. എന്റെ തിരുപ്പാണ് എനിക്കറിയാട്ടോ. എടാ ഇരുട്ടിന് ഉപ്പിട്ടേ വരണേ ആന്ന് പറയൂ. എന്നിട്ട് പിന്നെ 7-7:30 എല്ലാം വരുമ്പോ കാശി വേഗം വരണം കേട്ടാ. ഓൻ വരുന്നില്ല നീ പോയിക്കോട്ടാ. താളിന്റെ പോള ഉണ്ടായതുകൊണ്ട് ഒരു ഭാഗ്യം തന്നെ. മീൻ കിട്ടാത്ത എന്തെങ്കിലും പറിച്ച് വെക്കാലാ. കാരും തളിരും താഴെ ശ്യാമാമ്പരത്തുണ്ട്. വലിയ മഴ പിടിച്ചിട്ടുണ്ട്, മഴ ചാറാൻ തുടങ്ങി. ഉണക്ക് കിട്ടീനാ? ഉണക്ക് വാങ്ങിട്ടാ, ചിക്കന് വാങ്ങിന് ചിക്കൻ. ഓ ചിക്കനാ മേടിച്ചിനി, പിന്നെ ഇതിനെ ഈ താഴ്ന്ന പോളാ. ഓ അതിന്റെ നീ അത് ചാടിക്കളിന്ന്. ചിക്കനും മീനും ഇല്ലാത്ത സമയത്ത് വെക്കുന്ന സാധനമല്ല അത്. മോശമില്ല ആള്. ചിക്കനെക്കാട്ടും നല്ല വിറ്റാമിന്റെ സാധനം ഇത്. ഒരു ചക്കക്കറി മുളന്ന് ഇട്ടിട്ട് ഓലാറ്റം വെച്ചാലും ഉണ്ടല്ല, കൂട്ടിയാ മതിയാവൂല. ഇതാ നാരാട്ടൻ ഞാനിത് ചിക്കനാ കൊണ്ടെന്ന് പറയുമ്പോ അതിന്റെ ഒരു ഇങ്ങനെ ചാടിയതാണ്. അതിന്റെ സന്തോഷത്തിലാ? സന്തോഷത്തിൽ വേണം വിചാരിച്ചിട്ടല്ല കേട്ടോ. ഞാൻ ചാടൊന്നും ചെയ്യില്ല. എന്താ പറയാ, ചിക്കനും മീനൊന്നും ഇല്ലാത്ത എത്ര നാളാകുമ്പോ ഇങ്ങനത്തെ വെച്ചിനല്ലേ. ഓലനും പുളിശ്ശേരിയിലും വെച്ചിനും. ഇവിടെ ഞാനിത് ഇന്ന് ഓലനും ആക്കും. ഈ 2 എണ്ണത്തിനെ കൊണ്ട് ഓർമ്മയുണ്ട്. പെട്ടെന്ന് ചിക്കൻ എന്ന് പറയുമ്പോ അങ്ങ് പോയതാ. ചിക്കൻ കിട്ടിയ സന്തോഷത്തിൽ ചാടിക്കളി. അങ്ങനെ ഒന്ന് കിട്ടുമ്പോ മറ്റേ ചാടിക്കളിയല്ല, ചാടിക്കളി മോശേ ഇല്ല. മനുഷ്യന്റെ ഒരു സമയത്ത് തോന്നലല്ലേ. എന്നാ പിന്നെ വേഗം പരിപാടി നോക്കിക്കോ. ഞാൻ വേഗം നിക്കണ്ട, വിളിച്ചോറിനോട് വാങ്ങി. ഉണക്കെല്ലാം മേടിക്കാൻ ഞാൻ വിളിച്ചു പറഞ്ഞേ. ഞാൻ ഏതായാലും ചിക്കൻ വാങ്ങാൻ അച്ഛനമ്മയും പറഞ്ഞല്ലേ. പിന്നെ പെട്ടെന്ന് പരിപാടി വേഗം നോക്കട്ടെ. കിലോനെയും പോയിട്ട് അത് പറയണ. 170 റുപ്യ കിലോന്. നല്ല വിലയാണ്. വില കുറവൊന്നല്ല. 120 ഉണ്ടായതാണ്. 120 ഉണ്ടായതാണ്. 120 ഉണ്ടായതാണ്. ഇപ്പൊ 170 150 ഉണ്ടായതാണ്. അത് നല്ല വിലയാണ്. മീന് ചിക്കന് വില ഇല്ലാതെ ഒന്നും ഇല്ല ഇപ്പൊ. എന്നാ പിന്നെ ഞാൻ ഇതൊന്ന് വേഗം വൃത്തിയാക്കട്ടെ. ചിലപ്പം വലിയ കഷ്ണം ഉണ്ടാവും, ചെറിയ കഷ്ണം ആക്കിക്കോ. അത് നല്ല വൃത്തി കഴുകിയെടുക്കാൻ പറ്റും. അല്ലപ്പ കയ്യെല്ലാം കെട്ടിട്ട് എന്നാ വേഗം നോക്കുന്നില്ല പരിപാടി. ഇപ്പൊ അച്ഛനമ്മയും ചോറ് വയ്ക്കല്ല, കുക്കറിലാക്കുന്ന. അന്നാ പിന്നെ കുക്കറിലാക്കിക്കോ, പെട്ടെന്നാവൂലേ. അപ്പോൾ അല്ലാതെ ഇന്നത്തെ ചിക്കൻ കറി വെക്കുന്ന കുക്കറിലാണ്. അപ്പോൾ ചേരുവകളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വലിയ ഉള്ളി, ചെറിയ ഉള്ളി, പിന്നെ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അല്ലാതെ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ ഒന്ന് ചൂടാവട്ടെ അല്ലേ. ആദ്യം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്.
വെളിച്ചെണ്ണ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടൊന്നുണ്ട്. രമേശാത്ര വെളിച്ചെണ്ണ ഉണ്ടല്ലേ ഇവിടെ കല്യാണി മില്ലില് കല്യാണി മില്ലില് ആട്ടി വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മുടെ നാട്ടിലേന്നോ ലിറ്റർ ലിറ്റർ കുപ്പിയായി കേട്ടാ. ഉമ്മേച്ചിക്ക് അങ്ങോട്ടേ ഇത് കൊടുക്കണേ കുപ്പി. അപ്പോൾ ആദ്യം നമ്മുടെ ചെറിയുള്ളിയും വെല്ലുള്ളിയും അല്ലേ രണ്ടും കൊടുത്തിട്ടുണ്ട്. ഇത് വഴറ്റി എടുക്കാം. അപ്പോൾ അടുത്ത് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊന്ന് മൂപ്പിച്ചെടുക്കാം അല്ലേ. അപ്പോൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പൊടികൾ ചേർക്കുന്നുണ്ട്. ആദ്യം മഞ്ഞൾപ്പൊടി ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത മുളക് പൊടി, അടുത്ത നമ്മുടെ കുറച്ച് മല്ലിപ്പൊടിയേ ആ സൈഡിൽ നിന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒന്ന് മൂക്കിട്ടല്ല പച്ചമണെല്ലാം ഒന്ന് മാറട്ട്. ഇനി നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ മിക്സാക്കാൻ വേണ്ടി മസാല ഉപ്പിട്ട് കൊടുത്തിട്ടേ ഓർമ്മ വേണം. ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് ഒന്നുകൂടെ മിക്സാക്കി എടുക്കുക. മസാലകളും പിടിക്കട്ട്. മസാല ഇപ്പം നല്ല ഒത്തി പിടിക്കുന്നു. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അല്ലേ. കുറച്ച് കറിവേപ്പില ഇട്ടുന്നുണ്ട്. എല്ലാം ഇട്ടെ. ഇനി നമ്മുടെ നുറുക്കി വെച്ച നമ്മുടെ തക്കാളി, നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്നും കൂടി യോജിപ്പിക്കുക. എല്ലാം കൂടി നല്ല ഒരു 5 മിനിറ്റ് നേരം അടച്ചു നോക്കാം അല്ലേ. വിസിലൊന്നും വേണ്ട, ഒന്ന് അടച്ചു വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടേ. ഇനി നമ്മുടെ മസാലപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല അല്ലേ. അപ്പോൾ ഇനി മസാലപ്പൊടികൾ ചേർക്കണം. എന്തെല്ലാന്ന്? ചിക്കൻ പൊടിയും കുരുമുളക് പൊടിയും വേണ്ടി ചേർക്കാം കേട്ടോ. ചിക്കൻ പൊടി, ഇനി നമ്മുടെ കുരുമുളക് പൊടി, ഇതും കൂടി ഒന്ന് എല്ലാം ഒന്ന് ഇളക്കി വേവിപ്പിക്കാം. അടിച്ചു നോക്കാം അല്ലേ. എത്ര വിസിൽ വേണം? ഒരു 2 വിസിലൊന്ന് വേട്ടെ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് പറ്റിക്കുന്ന ചാറൊക്കെ ഉണ്ട്. അതെയാ. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെറ്റിച്ചെടുക്കുന്നുണ്ടേ. അപ്പോൾ കറിയായി, കുറച്ചും ഒന്ന് വെറ്റിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കുക്കറിൽ. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുന്നുണ്ടേ. ഓക്കെ. പെട്ടെന്ന് അച്ഛനും നമുക്ക് കൊണ്ട് കൊടുക്കട്ടെ ആദ്യം. വേക്കടിച്ച് ചോറ് ഒഴിച്ച് പറയാം. പൊന്തി ചാറ് ഒഴിച്ച് ചാറ്. നല്ല കറി തന്നെ അല്ലേ. ഓക്കെ. വേഗം കൊണ്ട് കൊടുത്തിട്ടോ. നമുക്ക് വിശക്കാൻ പറഞ്ഞു. കൊണ്ട് കൊടുത്തിട്ട് പോയാ അഷു പോകുന്നുണ്ടാ. അങ്ങനെ അല്ലാതെ എനക്കും ചിക്കൻ കറിയും ചോറും തന്നിട്ടുണ്ടേ.
നഷു ഉണ്ട് ഇന്ന്. നഷു എന്നാ കഴിക്കാ? നഷു കഴിക്കുന്നാല് നിങ്ങൾ എപ്പോഴും കഴിക്കുന്നില്ലല്ലോ. അവല് എഴുതുന്നുണ്ട്. നഷു ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ ചിക്കൻ കറി കൊള്ളുന്നുണ്ടാ? എന്നാ പിന്നെ അച്ഛൻ കഴിക്കാന്നാല്. രസമുണ്ടാ? അല്ല തന്നെ. എന്നാ പിന്നെ ഞാനും കഴിക്കട്ടെ. എന്തെല്ലാം കോലാഹലമായിരുന്നു. എന്നാ താളിൻ്റെ വെള്ളം പുളിശ്ശേരി വെക്കും, ഓലം വെക്കും. താളിൻ്റെ വെള്ളം ഇവിടെ ഒന്നും ആക്കിയിട്ടാ ഇവിടെ വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി മൊത്തം വെച്ചിട്ടും. അപ്പോൾ താളിൻ്റെ വെള്ളം നാളെ വെക്കും കേട്ടാ, കളിയില്ല. എന്നാൽ പിന്നെ ചിക്കൻ കറി നോക്കട്ടെ. നല്ല ചൂട്. അതേ ചിക്കൻ കറി, കുക്കർ ചിക്കൻ കറി. ചാറെടുക്കട്ടെ. ചൂടുണ്ട് അല്ലേ നഷു? നല്ല ചൂട്. ഇന്നോളെ ചിക്കൻ കറി സൂപ്പറാണ് കേട്ടാ. നഷു ഇതാ ഇതിൻ്റെ ലിവർ ആർക്ക് തന്നിട്ട് നഷു ഒന്നുമില്ല. അത് ഇത് ഇതാക്കട്ടെ. ചിക്കൻ കറി നല്ല രസമുണ്ട് അല്ലേ? കുക്കർ പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാ കേട്ടാ. എളുപ്പമാണ്. 2 വിസിലേ ഉള്ളൂ. അടിപൊളി ചിക്കൻ കറി. മസാല നല്ല ഒട്ടി പിടിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല നാശു. എന്നാൽ പിന്നെ ഞാനും നഷ്ടം കൊണ്ടിട്ട് ഇത് ആസ്വദിച്ച് കഴിക്കട്ടെ. ഓക്കെ നഷ്ടത്താട്ടാ. ഓക്കെ കഴിച്ചോ.